ഒരു കാര്യം ഉറപ്പാവുകയാണ്, 2026 കോൺഗ്രസ് തൂത്തുവാരും. ഇതിനുള്ള കാരണം ഒറ്റ ഒരാളാണ്, ഷാഫി പറമ്പിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിന്റെ തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ സൈഡിൽ വെച്ച് തരാം. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയുകയാണ്. അതായത് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് നല്ലൊരു ഭരണം, അതായത് അത് BJP ആയാലും UDF ആയാലും LDF ആയാലും ആരായാലും ഒരു സാധാരണക്കാർക്ക് ജീവിച്ചു പോകണം, അത്തരത്തിലുള്ള ഒരു ഭരണം നിലവിൽ കേരളത്തിൽ വരണം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ആരും, അതായത് നിലവിൽ ചില ആൾക്കാർ പറയുന്നത് 5 വർഷമായി ഞാൻ കോൺഗ്രസിന് സപ്പോർട്ട് കൊടുക്കുന്നു, 5 വർഷമായി ഞാൻ BJPക്ക് സപ്പോർട്ട് കൊടുക്കുന്നു, 5 വർഷമായി ഞാൻ LDFന് സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നത് LDFനാണ്, ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നത് UDFനാണ്, ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നത് BJPക്കാണ്. അങ്ങനെ ഞാൻ എല്ലാ വർഷവും ഇവർക്ക് തന്നെ സപ്പോർട്ട് കൊടുക്കും, അങ്ങനെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ മാറ്റണം. അതായത് നമ്മൾ മാറി മാറി കളിക്കണം. ഈ വർഷം നമ്മൾ LDFന് സപ്പോർട്ട് ചെയ്താൽ അടുത്ത വർഷം നമ്മൾ UDFന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ മാറി മാറി, അതായത് ആരാണ് മികച്ച നേതാവ്, ആര് വന്നാൽ നമുക്ക് നികുതിയൊന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിച്ചു പോകാം, സാധാരണക്കാർക്ക് ആരുടെ ഭരണമാണ് നല്ലത്, അവരെയാണ് നമ്മൾ വിജയിപ്പിച്ച് വിടേണ്ടത്. അല്ല നമുക്ക് ഒരു പാർട്ടിയും ഉണ്ടാവാൻ പാടില്ല, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ BJPക്കാരനാണ്, ഞാൻ LDFകാരനാണ്, ഇങ്ങനെ ഒരു പാർട്ടിയും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മാറി മാറി ചിന്തിക്കണം. അതായത് നമുക്ക് ഏതാണോ നല്ലത് തോന്നുന്നത് അതിലേക്ക് നമ്മൾ പോകണം. അല്ലാതെ ഫുൾ ടൈം ആയിട്ട് ഞാൻ ഇന്ന പാർട്ടി നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഷാഫി പറമ്പിലിന്റെ കാര്യം നോക്കുക. ആരാണ് ഷാഫി പറമ്പിൽ? നിലവിലുള്ള MP-മാർ, എല്ലാ MP-മാരുടെ കാര്യം ഞാൻ പറയാം. കോൺഗ്രസ് MP-യുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഷാഫി പറമ്പിലിനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയുമാണ് നമ്മൾ ഇന്ന് ഡിഫറൻറ്റ് ചെയ്യുന്നത്. രണ്ടാളും കോൺഗ്രസ് ആണ്, അതുകൊണ്ട് എനിക്കും വിമർശനം വരാനില്ല. അപ്പോൾ ഷാഫി പറമ്പിൽ വിജയിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ആദ്യം പാർലമെന്റിൽ പോയി അവരുടെ, അതായത് വടകരയിൽ കൂടുതലുള്ളത് പ്രവാസികളാണ്, ആദ്യം തന്നെ പ്രവാസികൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് പാർലമെന്റിൽ. അതായത് അവിടെ പോയി പറയുകയാണ്, നിലവിൽ ടിക്കറ്റ്, അതായത് ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വിമാന കമ്പനികൾ, അതായത് ദുബായിക്ക് പോകുന്ന സമയത്തും വരുന്ന സമയത്തും ടിക്കറ്റിന്റെ ഒരു വർധന. ഉദാഹരണം പറയാം, പെരുന്നാൾ സമയത്തും ക്രിസ്മസ് സമയത്തും ഓണ സമയത്തും വിഷു സമയത്തുമാണ് ടിക്കറ്റിന് ഇഷ്ടംപോലെ പൈസ കൂടുന്നത്. നിലവിൽ നമുക്ക് പോകാൻ ഒരു 15,000 രൂപ ടിക്കറ്റ് എങ്കിൽ ഓണ സമയത്തും വിഷു സമയത്തും ക്രിസ്മസ് സമയത്തും പെരുന്നാൾ സമയത്തും 15, 40 ആകുന്നു, 50 ആകുന്നു. അതിനെയാണ് ഷാഫി പറമ്പിൽ ആദ്യം പാർലമെന്റിൽ പോയി സംസാരിച്ചത്. അതായത് അതിനെ നമ്മൾ ഇല്ലാതാക്കണം, അതായത് സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളുടെ ടിക്കറ്റ് വർധന കുറക്കണം, അങ്ങനെയാണ് പറയുന്നത്. നേരെ മറിച്ച് അതിനുശേഷം നോക്കുക, എല്ലാ സ്കൂൾ പരിപാടികളിലും എല്ലായിടത്തും ഷാഫി പറമ്പിലുണ്ട്. പിന്നീട് ഒരു കാര്യം കൂടി പറയുകയാണ്, ഷാഫി പറമ്പിലിന്റെ ഒരു നന്മയേറിയ ഭരണം എന്തെന്ന് വെച്ചാൽ, നിലവിൽ നമ്മൾ നോക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനും വേറെയുള്ള MP-മാരും വിജയിപ്പിച്ചു വിട്ടാൽ അവർ എവിടെയാണെന്ന് പോലും നമുക്ക് കാണാൻ പറ്റൂല. സത്യമാണ്. ഞാനുള്ളത് കാസർഗോഡിലാണ്. ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഷാഫി പറമ്പിൽ അങ്ങനെയല്ല. വടകരക്കാർക്ക് വേണ്ടി ഒരു മാസത്തിൽ ഇത്ര സമയം, ഒരു ദിവസം, ഉദാഹരണം ഞാൻ പറയാം, ഒരാഴ്ചയിൽ ഒരു ഞായറോ ഒരു ശനിയോ ഇങ്ങനെ പോയി വടകരയിലെ പല മേഖല ഒരു മാസം കൊണ്ട് മൊത്തം വടകര സന്ദർശിക്കും. അവിടെ പോയി അവരുടെ ചെറിയ ചെറിയ പാർട്ടിയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒരു ഫംഗ്ഷനൊക്കെ വെച്ച് അവരുടെ സങ്കടങ്ങളൊക്കെ കേട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ്, നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും വലിയൊരു പ്രശ്നമുണ്ടെങ്കിൽ, നിലവിൽ ഞാൻ വലിയൊരു ലോണിലാണുള്ളത്, അപ്പോൾ എന്നെ ആരും ആശ്വസിപ്പിക്കാൻ പോലും വരുന്നില്ല. ആ ഒരു ഇടത്താണ് ഷാഫി പറമ്പിൽ വന്ന് ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ ഞങ്ങൾ പറയുന്നു, എനിക്കൊരു കുറേ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഒറ്റ കാര്യം കൂടി പറയുകയാണ്, ഷാഫി പറമ്പിൽ നമുക്ക് ഒരു ഹെൽപ്പും ചെയ്യേണ്ട, വന്ന് സംസാരിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, പാവങ്ങളെ കാണുമ്പോൾ ഒന്ന് സംസാരിക്കുന്ന ഒരു മനസ്സും കൂടി ഷാഫി പറമ്പിലുണ്ടല്ലോ, അത് തന്നെ ധാരാളമാണ്. ഇപ്പോഴത്തെ കാലത്ത് ആർക്കാനുള്ളത്? MLA ആകുമ്പോഴും MP ആകുമ്പോഴും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുകയാണ്. അതിനുശേഷം അവരെ ഈ ഭാഗത്ത് പോലും കാണൂല. ഇതുപോലത്തെ ഷാഫി പറമ്പിൽ വടകരയുടെ ജനങ്ങൾ മൊത്തത്തിൽ, അതായത് LDFകാരും BJPക്കാരും UDFകാരും എല്ലാവരും പറയുന്നത് എന്താണ്? ഷാഫി വിജയിച്ചത് നന്നായി എന്നാണ്.
അങ്ങനെ വരുന്ന ഷാഫി പറമ്പിലിനെ നയിക്കാൻ കൊടുക്കുകയാണ്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ഷാഫിയും ടീമിനെയും ഉറപ്പിക്കുകയാണ്. അതായത് മറ്റേ കോൺഗ്രസിന്റെ മൈനായിട്ടുള്ള ഒരു ടീമിലേക്ക് ഷാഫി കൂടി ആടാവുകയാണ്. പിണറായി വിജയന്റെ നിലവിലുള്ള ഭരണം ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. ആദ്യത്തെ 5 വർഷത്തെ ഭരണം ഒരു രക്ഷയുമില്ലാത്ത ഭരണമായിരുന്നു. ഉള്ളതുപോലെ പറയണമല്ലോ. അതായത് കോവിഡ് സമയത്തും പ്രളയ സമയത്തൊക്കെ ഇഷ്ടംപോലെ കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടി അത്യാവശ്യം നല്ല ഭരണമായിരുന്നു പിണറായി സർക്കാരിന്റെ ആദ്യ 5 വർഷം. രണ്ടാം പിണറായി സർക്കാർ വട്ടപൂജ്യമായിരുന്നു. അങ്ങനെ തന്നെ നമുക്ക് പറയാം. നിലവിലെ അവസ്ഥയിൽ കേരളത്തിൽ 90% ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഈ സർക്കാർ എങ്ങനെയെങ്കിലും പോകണം. അങ്ങനെ തന്നെയാണ്, ഞാൻ ഉള്ളതുപോലെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്ന ഇപ്പോൾ എന്താ നമുക്കറിയാം, BJPക്ക് നമ്മുടെ കേരളത്തിൽ വലിയൊരു ഇതില്ല, എന്തായാലും വലിയ ശക്തിയില്ല, കൂടിപ്പോയ 4-5 സീറ്റ് അതും കിട്ടുന്ന ഡൗട്ടാണ്. അങ്ങനെ വരുമ്പോൾ LDFന്റെ എതിരാളികൾ UDF മാത്രമാണ്. അങ്ങനെ UDFനെ നയിക്കാൻ VD സതീശന്റെ കൂടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടിയായാൽ എന്താകും അവിടുത്തെ അവസ്ഥ? 130 സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട്. അത്രക്കും പുലിക്കുട്ടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും. നമ്മളൊക്കെ കണ്ടതല്ലേ പാലക്കാടൊക്കെ ചരിത്ര ഭൂരിപക്ഷത്തിലല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. അതൊന്നും ജയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടല്ല. ഷാഫി പറമ്പിലൊക്കെ വിജയിപ്പിച്ച് വിട്ടതിന് ശേഷം നാടിനെ ഭരിക്കുന്ന, വർഗീയതയില്ലാതെ നാടിനെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ഭരണം കൊണ്ടാണ് ഇങ്ങനെ ആകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഷാഫി പറമ്പിലിനെ നയിക്കാൻ കോൺഗ്രസ് കാണിച്ച, ഷാഫി പറമ്പിലിനെ ടീമിലേക്ക് എടുക്കാൻ കോൺഗ്രസ് കാണിച്ച ആ ഒരു മനസ്സ്, അത് കോൺഗ്രസിനെ തന്നെ മാറ്റിമറിക്കും, അത് ഉറപ്പാണ്. അപ്പൊ ഏതായാലും ഷാഫി പറമ്പിലിന്റെ തീപ്പൊരി പ്രസംഗം കൂടി നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. അതിനുശേഷം കുറച്ചുകൂടി ചർച്ച ചെയ്യാം. ഓക്കെ. ഈ സ്ഥാനം നൽകി പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP ഫോണിൽ വിളിച്ച് പറഞ്ഞ ആദ്യത്തെ കാര്യം, വ്യക്തിപരമായി കിട്ടുന്ന ഒരു അവസരമായിട്ടല്ല, പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ട ദീപാദാസ് മുൻഷിജി ഉൾപ്പെടെയുള്ള പാർട്ടി ഹൈക്കമാൻഡിനോട്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തോട്, കേരളത്തിലെ KSUക്കാരനെയും യൂത്ത് കോൺഗ്രസുകാരനെയും കൂടെ പ്രതിനിധീകരിച്ച് കിട്ടുന്ന ഒരു അവസരം എന്ന നിലക്ക് കോൺഗ്രസിന്റെ യുവജന സഹപ്രവർത്തകരുടെ കൂടെ പേരിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് 2021 അല്ല, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് 2016 അല്ല, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് 2011 പോലുമല്ല, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവിനോട് സൂചിപ്പിച്ചതുപോലെ 2001 ആണ് എന്നുള്ളതാണ് ഈ കാലഘട്ടം, ഈ നാട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ ഉത്തരവാദിത്തമാണ് നമ്മൾ എല്ലാവരെയും ഏൽപ്പിച്ചത്. പ്രിയപ്പെട്ട സുധാകരേട്ടൻ, ഞാൻ കണ്ണൂർ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞത്, അവിടുന്ന് പുറത്തിറങ്ങിയൊക്കെ മാധ്യമങ്ങൾ കുത്തിയും വളഞ്ഞും ഒടിച്ചും ഒക്കെ ചോദിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ട ഒരു കാരണവും എന്റെ മുമ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന പാർട്ടിക്കാരൻ. ഇത് എന്നോട് പ്രതികരണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു റേസ് അവസാനിച്ചിട്ട് അടുത്ത ഓട്ടക്കാരെ തരികയല്ല, ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഇനി ആരോടാനുണ്ടെന്ന് അന്വേഷിക്കുകയല്ല. ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ ഉസൈൻ ബോൾട്ട് ആണ് എന്നുള്ളതാണ് ഇപ്പോഴും റെക്കോർഡുകൾ പറയുന്നത്. ഉസൈൻ ബോൾട്ടിന്റെ കൂടെ ഒരു റിലേ ഓടുമ്പോൾ യോഹാൻ ബ്ലേക്ക് ഉണ്ടാകും, കാർട്ടർ ഉണ്ടാകും, ഫ്രൈറ്റർ ഉണ്ടാകും. സുധാകരൻ എന്ന അതികായനായ നേതാവിന്റെ കയ്യിൽ നിന്ന് റിലേ ബാറ്റൺ ഏറ്റെടുത്തിട്ട് അതിനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനുള്ള നിയോഗമാണ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു പുതിയ നേതൃത്വം കടന്നു വരുമ്പോൾ പഴയത് മോശമായത് കൊണ്ടല്ലല്ലോ കടന്നു വരുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മികച്ച വിജയങ്ങൾ, മികച്ചതായ രീതിയിൽ പാർട്ടി തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ട ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്ന ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകന്റെ മനോവീര്യം കാത്ത നേതൃത്വം ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വിജയത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കാൻ അനുഗ്രഹാശിസുകളോട് അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ട സണ്ണി ജോസഫ് MLA നമ്മുടെ PCC പ്രസിഡന്റായിട്ട് ഈ റിലേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയും വിജയകരമായി ഓടിത്തീർക്കാൻ വേണ്ടിയാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഷാഫി പറമ്പിലിന്റെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ. ചില ആൾക്കാർ എന്തെങ്കിലും ഒരു പൊസിഷൻ, അതായത് ഒരു പോസ്റ്റ് കൂടുതലായി കിട്ടുമ്പോൾ എല്ലാവരും മറക്കുകയാണ്. മുമ്പ് ആരാണ് ഭരിച്ചത് അവരൊന്നും മറന്നുകൊണ്ട് ഇനി ഞാൻ ഉഷാറായി ഭരിക്കും, അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ ഷാഫി എന്താണ് പറയുന്നത്?
ഇതൊരു റിലേ കളി പോലെയാണ്. കെ സുധാകരൻ ഓടിക്കഴിഞ്ഞു, അതിനുശേഷം റിലേ പൈപ്പ് ഞങ്ങൾ മേടിച്ചുകൊണ്ട് ഇനി ഫിനിഷിങ്, അതായത് ഇനി ഫിനിഷ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്യമാണെന്നാണ് ഷാഫി പറയുന്നത്. നോക്കുക, ഇതാണ് ഷാഫി പറമ്പിൽ കേരളത്തിലുള്ള എല്ലാ പാർട്ടി നേതാക്കളെക്കാളും ഒരു എല്ല് കൂടുതലെന്ന് നമുക്ക് പറയാം. ഇത് മാത്രമാണ്. അപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെ വലിയൊരു നേതാവ് 2026 തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് വേണ്ടി പുറത്തിറങ്ങിയാൽ അത് വേറെ ലെവലായിട്ടുണ്ടാവും. അതിനെ പിടിച്ചു നിൽപ്പിക്കാൻ പിണറായി വിജയന് കുറച്ച് വിയർക്കേണ്ടി വരുമെന്ന് എനിക്ക് പറയാനുള്ളത്. ആരും നാട് ഭരിച്ചോടെ നമുക്കൊരു പ്രശ്നവുമില്ല. നമുക്ക് നല്ല രീതിയിൽ നിലവിലെ സാഹചര്യത്തിൽ ജീവിക്കാൻ കുറച്ച് ടഫാണ്. നല്ലൊരു ഭരണം വരട്ടെ, മികച്ച രീതിയിൽ നമ്മളൊക്കെ നല്ലതിൽ നമുക്കൊക്കെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.